നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 11, 2025 വ്യാഴം. അങ്ങനെ ഈ ആഴ്ചയിലെ ആദ്യ 3 ട്രേഡിംഗ് സെക്ഷനുകളുണ്ടായ നഷ്ടത്തിന് ശേഷം ആദ്യമായി ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് ഈ ആഴ്ചയിൽ നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി എന്തൊക്കെ ഘടകങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടം കൈവരിക്കുവാൻ സാധിച്ചതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് നിഫ്റ്റിയുടെ ഇൻഡിക്കേഷൻ പ്രകാരം ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ കൂടിയിട്ടും സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഇന്ന് ലഭ്യമായിരുന്നുള്ളൂ. ഇന്നത്തെ ആദ്യഘട്ടത്തിൽ മാർക്കറ്റിന് നേരിടേണ്ടി വന്ന ഇടിവിനെ തുടർന്ന് നിഫ്റ്റിക്ക് ഇന്ന് ആദ്യമായി അതിന്റെ മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-ഡേ EMA ഇൻട്രാഡേ ബേസിസിൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടും വന്നു. എങ്കിലും ഉടനടി തന്നെ 25,693 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിക്കുകയുണ്ടായി. തുടർന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ മാർക്കറ്റിന് ശക്തി ആർജിക്കുവാൻ സാധിച്ചതിന്റെ ഫലമായിട്ട് 25,922 എന്ന ലെവലിൽ റെസിസ്റ്റൻസ് നേരിട്ടതിന്റെ ഫലമായി 140 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി 25,898 എന്ന ലെവലിൽ വ്യാപാരവും അവസാനിപ്പിക്കുവാനായി. സെൻസെക്സിനും ഇന്ന് 426 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചപ്പോൾ ബാങ്ക് നിഫ്റ്റിക്ക് ഇന്നലെ നഷ്ടമായ 59,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ വീണ്ടും തിരിച്ചുപിടിക്കുവാനും സാധിച്ചു. മാത്രമല്ല 249 പോയിന്റുകളുടെ നേട്ടവും കൈവരിക്കാനായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ഇന്ന് 1,748 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായി. അതേസമയം 1,061 സ്റ്റോക്കുകൾ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. പതിവിന് വിപരീതമായി ഇന്ന് എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ഫാർമ, ടെലകോം, PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, മെറ്റൽ, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% നേട്ടവും കൈവരിക്കുവാനായി. ബോർഡർ മാർക്കറ്റ്സുകൾക്കും ഇന്ന് തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചു. തൽഫലമായി BSE മിഡ് ക്യാപ്പിന് 0.8% നേട്ടം കൈവരിച്ചപ്പോൾ BSE സ്മോൾ ക്യാപ്പിനും 0.5% നേട്ടവും കൈവരിക്കാനായി. കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, ഇറ്റേണൽ, ജിയോ ഫൈനാൻഷ്യൽ, ടാറ്റ സ്റ്റീൽ, ഗ്രാസിം ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ ഭാരതി എയർടെൽ, ഏഷ്യൻ പെയിന്റ്സ്, SBI ലൈഫ് ഇൻഷുറൻസ്, ഇന്റർഗ്ലോബ് ഏവിയേഷൻ, ആക്സിസ് ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്ന് ഇന്ത്യൻ രൂപ വീണ്ടും അമേരിക്കൻ ഡോളറിനെതിരെ ചരിത്രത്തിലെ ഏറ്റവും ലോ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി, 90.46 എന്ന നിലയിൽ. മാത്രമല്ല ഇന്നത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 39 പൈസയുടെ നഷ്ടത്തോടുകൂടി 90.36 എന്ന ലെവലിലായിട്ടാണ് വ്യാപാരവും അവസാനിപ്പിക്കുകയുണ്ടായത്. ഇന്ന് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് അസോസിയേഷന്റെ ഭാഗത്ത് നിന്നും നവംബർ മാസത്തെ SIP ഇൻഫ്ലോസിന്റെ കണക്ക് പുറത്തുവിടുകയുണ്ടായി. റെക്കോർഡ് ഹൈയുടെ അടുത്തായിട്ടാണ് നവംബറിലെ SIP കണക്കുകൾ വരികയുണ്ടായെങ്കിലും ഒക്ടോബറിലെ വെച്ച് നോക്കുമ്പോൾ നേരിയ നിരാശയാണ് SIP ഇൻഫ്ലോസിൽ ദൃശ്യമാകുന്നത്. കാരണം ഒക്ടോബർ മാസം 29,529 കോടി രൂപ റിപ്പോർട്ട് ചെയ്ത നിലയിൽ നിന്നും നവംബർ ആയപ്പോൾ 29,445 കോടി രൂപയായിട്ട് നേരിയതാണെങ്കിലും 86 കോടി രൂപയോളം കുറവാണ് രേഖപ്പെടുത്തിയതും. അതുകൂടാതെ നിരാശപ്പെടുത്തുന്ന മറ്റൊരു ഘടകം ഒക്ടോബറിലെ SIP അക്കൗണ്ടുകളുടെ എണ്ണം 9.45 കോടിയിൽ നിന്നും നവംബർ ആയപ്പോൾ 9.43 കോടിയായിട്ട് SIP അക്കൗണ്ടുകളുടെ എണ്ണത്തിലും കുറവ് രേഖപ്പെടുത്തുകയുണ്ടായി. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിക്കുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നലെ രാത്രിയിൽ വന്ന ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനെ തുടർന്ന് ഇന്ന് IT, ഓട്ടോ, മെറ്റൽ, റിയാലിറ്റി, ബാങ്കിംഗ്, ഫൈനാൻഷ്യൽ തുടങ്ങിയ സെക്ടറുകളിൽ അതിശക്തമായ വാല്യൂ ബൈയിങ് ആയിരുന്നു ദൃശ്യമായിരുന്നത്. മാത്രമല്ല ഇന്ന് മെറ്റൽ സ്റ്റോക്സുകൾക്കും 1% നേട്ടവും കൈവരിക്കാനായി. ഇന്ന് നിഫ്റ്റി ITയിലുള്ള 10 സ്റ്റോക്കുകളിൽ എല്ലാ സ്റ്റോക്കുകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരവും അവസാനിപ്പിക്കുവാനായി. കോഫോർജ്, L&T മൈൻട്രി, ഒറാക്കിൾ, ടെക് മഹേന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് 1% നേട്ടം കൈവരിക്കുവാൻ സാധിച്ചപ്പോൾ പേഴ്സിസ്റ്റന്റ് സിസ്റ്റത്തിന് 3% നേട്ടവും കൈവരിക്കാനായി. മാത്രമല്ല 4 ട്രേഡിംഗ് സെഷനായിട്ട് നഷ്ടത്തിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തിയ നിഫ്റ്റി ITക്ക് ഇന്ന് 307 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരവും അവസാനിപ്പിക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ന് പ്രധാനപ്പെട്ട സെക്ടേഴ്സിലും സ്റ്റോക്കുകളിലും ഉടലെടുത്ത വാല്യൂ ബൈയിങ് തന്നെയാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ നേട്ടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകം. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുന്നേ വരെ ഇന്ത്യൻ മാർക്കറ്റിന് നേട്ടത്തിലേക്ക് നയിക്കുവാൻ സഹായിച്ച ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമായിരുന്നു ട്രേഡ് ഡീലിന് മുകളിലുള്ള പ്രതീക്ഷ വർദ്ധിച്ചത്. എന്നാൽ 2 ആഴ്ചയിലേറെ കാലമായി അതിനെക്കുറിച്ചുള്ള വാർത്തകളൊന്നും തന്നെ വരികയുണ്ടായില്ല. മാത്രമല്ല കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും ഇന്ത്യയിൽ നിന്നുമുള്ള
റൈസ് കയറ്റുമതിയുമായി ബന്ധപ്പെട്ട് പുതിയ പ്രഖ്യാപനങ്ങൾ വന്നതും മാർക്കറ്റിനെ നിക്ഷേപകരെയും ആശങ്കയിലാഴ്ത്തുക മാത്രമല്ല, നിലവിൽ ഇന്ത്യയും യുഎസും തമ്മിൽ നടക്കാനിരിക്കുന്ന ട്രേഡ് ഡീലിന് മുകളിൽ കരിനിഴൽ വീഴ്ത്തുവാനും കാരണമായി മാറുകയുണ്ടായി. എന്നാൽ ഇന്ന് വന്ന അപ്ഡേറ്റുകൾ പ്രകാരം ന്യൂഡൽഹിയും വാഷിംഗ്ടണും തമ്മിലുള്ള വ്യാപാര പ്രശ്നങ്ങൾ മിക്കതും പരിഹരിച്ചു എന്ന് ഇന്ന് ഇന്ത്യയുടെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായ വി അനന്തനാഗേശ്വർ പറഞ്ഞതോടെ നിക്ഷേപകരുടെ മാനസികാവസ്ഥ മെച്ചപ്പെടുകയുണ്ടായി. 2026 മാർച്ചോടെ ഒരു കരാറിലെത്തിച്ചേരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. ബ്ലൂംബർഗ് ടിവിക്ക് ഇന്ന് നൽകിയ അഭിമുഖത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായത്. വീണ്ടും നിക്ഷേപകർക്കും മാർക്കറ്റിനും ഇന്ത്യ യുഎസ് ട്രേഡ് ഡീലിന് മുകളിൽ വീണ്ടും പ്രതീക്ഷകളെ ഉണർത്തുകയുണ്ടായി. ഇന്നലെ യുഎസിൽ നിന്നും സെൻട്രൽ ബാങ്കിന്റെ ഭാഗത്ത് നിന്നും 2026 വർഷത്തേക്കുള്ള ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിനെ കുറിച്ചുള്ള സൂചനകളൊന്നും വ്യക്തമാക്കിയില്ലെങ്കിൽ കൂടിയിട്ടും മാർക്കറ്റും നിക്ഷേപകരും പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇന്നലെ പ്രഖ്യാപിച്ച 25 ബേസിസ് പോയിന്റിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് മാർക്കറ്റിന്റെയും നിക്ഷേപകരുടെയും ആത്മവിശ്വാസത്തെ വീണ്ടും ഉണർത്തുകയുണ്ടായി. മാത്രമല്ല, ഈ ഒരു പ്രഖ്യാപനത്തോടുകൂടി യുഎസിലെ ഇൻട്രസ്റ്റ് റേറ്റ് 3 വർഷങ്ങൾക്ക് ശേഷം ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടും എത്തിച്ചേരുകയുണ്ടായി. അത് ഇന്ത്യ പോലുള്ള എമർജിംഗ് മാർക്കറ്റുകൾക്ക് ഗുണകരമാണ്. മാത്രമല്ല, IT പോലുള്ള മേഖലകളുടെ ബിസിനസ് ചെലവ് കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുത്താനും ഇത് സഹായകമായതിനാൽ തന്നെ ഇന്ന് അത് ഇന്ത്യൻ മാർക്കറ്റിനും അതേപോലെ തന്നെ ഇന്ത്യൻ IT സെക്ടറുകൾക്കും ഗുണകരമായി തന്നെ മാറി. കഴിഞ്ഞ തിങ്കളാഴ്ച 10% ഇൻട്രാഡേ ബേസിസിൽ ഉയർച്ച രേഖപ്പെടുത്തുകയും തുടർന്ന് 7%-ലേറെ ഉയർച്ചയോടുകൂടി തന്നെ ക്ലോസിംഗ് രേഖപ്പെടുത്തുകയും ചെയ്ത ഇന്ത്യ വിക്സ് 2 ട്രേഡിംഗ് സെഷനുകൾക്ക് ശേഷം ഇന്ന് അതിശക്തമായ ഇടിവ് രേഖപ്പെടുത്തുകയുണ്ടായി. 4.67%. തൽഫലമായി 10.40 എന്ന കംഫർട്ട് സോണിലേക്കും ഇന്ന് ഇന്ത്യ വിക്സ് എത്തിച്ചേരുകയുണ്ടായി. മാത്രമല്ല, ഇന്ന് രാവിലെ മുതൽ ഉയർച്ച രേഖപ്പെടുത്തിക്കൊണ്ടിരുന്ന ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ പിന്നീട് അതിശക്തമായ ഇടിവും നേരിട്ടതും നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഈ ഘടകങ്ങളുടെയൊക്കെ സഹായത്താലാണ് വീണ്ടും ശക്തമായ തിരിച്ചുവരവ് നടത്തിക്കൊണ്ട് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാൻ നമ്മുടെ മാർക്കറ്റിനെ സഹായിക്കുകയുമുണ്ടായത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. ഇന്നലെ യുഎസ് മാർക്കറ്റിൽ S&P 500നും നാസ്ഡാക്കിനും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വന്നതിനെ തുടർന്ന് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിച്ചെങ്കിലും ഒറാക്കിളിന്റെ വരുമാന റിപ്പോർട്ട് വരികയുണ്ടായി. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെലവുകളെ കുറിച്ചും ഉയർന്ന നിലവാരമുള്ള ടെക് ഓഹരികളുടെ ലാഭക്ഷമതയെക്കുറിച്ചും ആശങ്കകൾ സൃഷ്ടിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്നലെ നടപ്പിലാക്കിയ ഫെഡ് റിസർവിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ടിന്റെ പോസിറ്റീവ്നെസിനെയൊക്കെ വൈപ്പ് ഔട്ട് ആക്കിക്കൊണ്ട് നിക്ഷേപകരിൽ AI സ്റ്റോക്കുകളിൽ ഉടലെടുത്ത ആശങ്ക മൂലം നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 81 പോയിന്റുകളുടെ നഷ്ടത്തിലാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും ഫ്രാൻസ് മാർക്കറ്റ് 0.5%-ലേറെ നേട്ടത്തോടുകൂടിയും വ്യാപാരത്തിൽ തുടരുമ്പോൾ ജർമ്മൻ മാർക്കറ്റ് നേരിയ നഷ്ടത്തിലാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ നെഗറ്റീവ് സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ട് സാധിക്കുക. ഇന്ന് ഇന്ത്യൻ, സിംഗപ്പൂർ മാർക്കറ്റുകൾക്കൊഴികെ ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റുകൾക്കും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരവും അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. കൊമോഡിറ്റിയിലേക്ക് വരുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെ വില 1.67% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് $61.20 പെർ ബാരൽ എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില 1.56% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് $57.53 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിന്റെ വിലയിൽ 0.5% ഇടിവ് നിലവിൽ അനുഭവപ്പെടുന്നുണ്ട്. $4214.30 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ നിലവിൽ വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ശക്തി പമ്പ്സ് മഹാരാഷ്ട്ര സംസ്ഥാന വൈദ്യുതി വിതരണ കമ്പനിയിൽ നിന്ന് സോളാർ പമ്പുകൾക്കായി 444 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ICIC Prudential AMC 10,603 കോടി രൂപ മൂല്യം വരുന്ന IPO നാളെ വെള്ളിയാഴ്ച മുതൽ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഓപ്പൺ ആകും. 2,061 രൂപ മുതൽ 2,165 രൂപ പെർ ഷെയർ എന്ന നിലയിലായിട്ടാണ് പ്രൈസ് ബാൻഡും ഫിക്സ് ചെയ്തിരിക്കുന്നത്. ലക്ഷറി ടൈം ഇന്ന് സ്റ്റോക്ക് SME പ്ലാറ്റ്ഫോമിൽ IPO പ്രൈസിൽ നിന്നും 90% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി. ഇൻഡിഗോ വിമാന സർവീസുകൾ മുടങ്ങിയതിനാൽ യാത്രക്കാർക്ക് 10,000 രൂപ വിലമതിക്കുന്ന യാത്രാ വൗച്ചറുകൾ കമ്പനി വാഗ്ദാനം ചെയ്യുകയുണ്ടായി. ഇത് നിലവിൽ നൽകേണ്ടി വന്ന റീഫണ്ടുകൾക്കും സർക്കാർ നിർദ്ദേശിച്ച നഷ്ടപരിഹാരങ്ങൾക്കും പുറമെയാണ് സൂര്യ ഫുഡ്സ് ഇൻഡസ്ട്രീസ് ഇക്വിറ്റി ഷെയറുകളുടെ റൈറ്റ് ഇഷ്യൂവിനായിട്ടുള്ള അനുമതി കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകുകയുണ്ടായി.
ആർട്ടിഫാക്ട് പ്രൊജക്ട്സ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കൺസൾട്ടൻസി സേവനങ്ങൾക്കായിട്ട് 3.2 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ആഷ്യാന ഹൗസിംഗ് ലിമിറ്റഡ് 50 കോടി വരെ മൂല്യമുള്ള അൺസെക്യൂർഡ് നോൺ കൺവേർട്ടബിൾ ഡിബഞ്ചറുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകുകയുണ്ടായി. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.